ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളെ സെക്കൻഡ് പാർട്ട് പുതിയ ടെക്സ്റ്റിലെ ആദ്യത്തെ ചാപ്റ്ററും ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്ററും ആയിട്ടുള്ള പ്ലവക്ഷമ ബലം എന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ ചെറിയൊരു ചാപ്റ്റർ ആണെങ്കിൽ കൂടെ എല്ലാം നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഈ പ്ലവക്ഷമ ബലം എന്നുള്ളത് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു ടേം അല്ലേ? അങ്ങനെ കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾക്കത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം ചാപ്റ്ററിലേക്ക് നോക്കാം. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. ഒരു ഷിപ്പ് ഈ സീല് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ ഈ കുട്ടി ചിന്തിക്കുന്നതാണ്, വളരെ കുറഞ്ഞ ഭാരമുള്ള ഇരുമ്പാണി പോലും ജലത്തിൽ മുങ്ങിപ്പോകുന്നു, എന്നാൽ ടൺ കണക്കിന് ഭാരമുള്ള കപ്പൽ എങ്ങനെയാണ് സമുദ്രജലത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്ക്. ഈ കപ്പൽ എന്ന് പറയുന്നത് എന്താ, എത്രയോ ടൺ വെയിറ്റ് ഉള്ള ഒരു സാധനമാണ്. അതേ സ്ഥാനത്ത് ഇരുമ്പാണി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ വെയിറ്റ് ഉള്ള ഒരു സാധനല്ലേ? അത്രയും ചെറിയ സാധനം നമ്മളിപ്പം ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ ഇട്ടാൽ പോലും അത് എന്താവുന്നുണ്ട്? സിങ്ക് ആവുന്നില്ലേ? അത് മുങ്ങിപ്പോകുന്നില്ലേ? അതേ സ്ഥാനത്ത് ഇത്രയും വലിയ കപ്പൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ മുങ്ങിപ്പോകാതിരിക്കുന്നത്? അത് എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത്? കപ്പലിന് ഇങ്ങനെ കടലിലൂടെ പോകാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കിത് കേൾക്കുമ്പോ തോന്നില്ലേ എന്തുകൊണ്ടായിരിക്കും? നിങ്ങളും ചിന്തിച്ചിണ്ടാവുമല്ലോ. അപ്പൊ നമുക്ക് ഈ ചാപ്റ്ററില് പ്ലവക്ഷമ ബലമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് കപ്പലിന് ഇങ്ങനെ മുങ്ങിപ്പോകാതെ പൊങ്ങിക്കിടക്കാൻ സാധിക്കുന്നതാണ് എന്നും, അതുപോലെ ഇരുമ്പാണിയൊക്കെ എന്തുകൊണ്ടാണ് വെള്ളത്തിന്റെ അടിയിലേക്ക് മുങ്ങിപ്പോകുന്നത് എന്നും നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന്, എങ്ങനെയാണ് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് എന്താണ് പ്ലവക്ഷമ ബലം. എന്താണ് പ്ലവക്ഷമ ബലം എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ചാപ്റ്ററിൽ പ്ലവക്ഷമ ബലം എന്താണെന്നും അതെങ്ങനെ കണ്ടെത്തുന്നു, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണ്, ഘടകങ്ങൾ എന്തൊക്കെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ആർക്കിമിഡീസ് തത്വമാണ്. ആർക്കിമിഡീസ് തത്വം. അതിനുശേഷം ചാപ്റ്ററിൽ പറയുന്നത് പ്ലവന തത്വമാണ്. പ്ലവന തത്വം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് ആപേക്ഷിക സാന്ദ്രത. അതിനുശേഷം ഈ പ്ലവന തത്വത്തിലൂടെ നമുക്ക് കണ്ടുപിടിച്ച 2 ഇൻസ്ട്രുമെന്റുകളുണ്ട്. അത് 2 ഉപകരണങ്ങളാണ്. ഒന്ന് ഹൈഡ്രോമീറ്ററും അതിനുശേഷം നമുക്ക് ലാക്ടോമീറ്ററിനെ പറ്റിയും പഠിക്കാനുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ പലതും ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. പ്ലവക്ഷമ ബലം, ആർക്കിമിഡീസ് തത്വം, പ്ലവന തത്വം, ആപേക്ഷിക സാന്ദ്രത എന്നൊക്കെ പറയുന്ന എല്ലാം നിങ്ങൾ പുതുതായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. കേൾക്കുമ്പോ ഇത്രയും വലിയ പേരല്ലേ, ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്ന് തോന്നുന്നുണ്ടോ? എന്നാ അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. പേരുകൾ വലുതാണെങ്കിൽ പോലും ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് സിമ്പിൾ ആണ്. നമുക്കത് പറഞ്ഞു പോയാൽ നിങ്ങൾ അനുഭവിച്ചതോ അല്ലെങ്കിൽ നമ്മളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അത് പറഞ്ഞാൽ ചിലപ്പോ ഇതുകൊണ്ടാണല്ലേ, അതങ്ങനെയാണല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പൊ അത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ചെറിയൊരു ചാപ്റ്റർ ആണ്. നല്ല രീതിയിൽ പഠിച്ചാൽ നല്ല രീതിയിൽ മാർക്ക് കിട്ടാൻ സഹായിക്കുന്ന ഒരു പാഠാണ്. അപ്പൊ നമുക്ക് പാഠത്തിലേക്ക് പോവാം. നമുക്ക് പോവാം. ആദ്യം തന്നെ എന്ന് പറയുന്നത്, ആദ്യം ഇവിടെ ഒരു പിക്ചറാണ് കാണിച്ചിട്ടുള്ളത്. പ്ലവക്ഷമ ബലം പറയുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പറയണം. അതിനുശേഷമാണ് നമ്മൾ പ്ലവക്ഷമ ബലത്തിലേക്ക് എത്തുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇവിടെ കുട്ടി എന്താണ് ചെയ്യുന്നത്, ഒരു ബക്കറ്റിൽ 1/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം എടുത്തതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കുകയാണ്. ഒരു കാലിയായ പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് കുട്ടി ആ വെള്ളത്തിന്റെ അടിയിലേക്ക് കൈവച്ചിട്ട് ആ ബോട്ടിലിനെ അമർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് വായിച്ചു നോക്കിയാലോ. ബക്കറ്റിലെ ജലത്തിനടിയിലേക്ക് കുപ്പി കൈകൊണ്ട് താഴ്ത്താൻ ശ്രമിക്കുക. ബക്കറ്റിലെ ജലത്തിനടിയിലേക്ക് കുപ്പി കൈകൊണ്ട് താഴ്ത്താൻ ശ്രമിക്കാനാണ് അവിടെ പറയുന്നത്. ഈ കുപ്പി ജലത്തിൽ പൂർണ്ണമായും താഴ്ത്തിയ ശേഷം കുപ്പിയിൽ നിന്ന് കൈയെടുക്കുക. എന്താണ് നിരീക്ഷിക്കുന്നത്? നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഈ കുപ്പീനെ ബക്കറ്റിന്റെ താഴോട്ട് അമർത്തിയതിനു ശേഷം നമ്മളോട് കൈ എടുക്കാനാണ് പറയുന്നത്.
നിങ്ങൾ ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടാവുമല്ലോ. ഈ പരീക്ഷണം അറിഞ്ഞിട്ടല്ല, നിങ്ങൾ ചെറുതാകുമ്പോ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വെറുതെ ഒരു കൗതുകത്തിന്റെ പുറത്ത് ചിലപ്പോൾ ഇത് ചെയ്തു നോക്കിയിട്ടുണ്ടാവും. പ്ലവക്ഷമ ബലമാണോ എന്താണെന്നൊന്നും അറിഞ്ഞിട്ടൊന്നും ആയിരിക്കില്ല, നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു നോക്കിയിട്ടുണ്ടാവും, നിങ്ങളത് അനുഭവിച്ചിട്ടും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരു കാലിയായ പ്ലാസ്റ്റിക് ബോട്ടില് ഞാൻ കൈവച്ച് ബക്കറ്റിന്റെ താഴേക്ക് അമർത്തി. എന്നാൽ ഞാൻ കൈ എടുത്ത് എന്തായിരിക്കും നിരീക്ഷിക്കുന്നത്, എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നുണ്ടാവുക? എന്താണ്? ആ ബോട്ടില് അതേപോലെ തിരിച്ചു വരും, മുകളിലേക്ക് തന്നെ വരൂലേ, അത് പൊങ്ങി തന്നെ കിടക്കും. നമ്മൾ കൈ എടുക്കുന്ന അതേ വേഗതയിൽ എന്താ, ബോട്ടിൽ തിരിച്ചു വരും, ബോട്ടിൽ പൊങ്ങി തന്നെ കിടക്കും. ഇനി നമുക്ക് അടുത്തത് എന്താ പറയുന്നത് നോക്കാം. പ്ലാസ്റ്റിക് കുപ്പി ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരാൻ കാരണം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഇത് മുകളിലേക്ക് പൊങ്ങി വരുന്നു, അതായത് ജലോപരിതലത്തിലേക്ക് ഉയർന്നു വരികയാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യുന്നത്. അതിന് കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. എന്തായിരിക്കും കാരണം? ഒന്ന് ആലോചിച്ച് നോക്ക, എന്തായിരിക്കും കാരണം? എന്തോ ഒരു ബലം ബോട്ടിലിന് മുകളിലേക്ക് ഉയർത്തല്ലേ. ഒരു ബലം ബോട്ടിലിന് മുകളിലേക്ക് ഉയർത്തുന്നത് കൊണ്ടാണ് ഇത് പൊങ്ങി വരുന്നത്. നമ്മൾ പിടിച്ചു പൊക്കല്ലോ, ബോട്ടിൽ തന്നെ സ്വയം പൊങ്ങി വരികയാണ് ചെയ്യുന്നത്. അപ്പൊ ജലോപരിതലത്തിലേക്ക് ബോട്ടിലിന് വരാൻ സാധിക്കുന്ന തരത്തിൽ എന്തോ ഒരു ബലം ബോട്ടിലിനെ ഉയർത്തുന്നുണ്ട് ആണല്ലോ, അതായിരിക്കാം അതിനുള്ള കാരണം. അടുത്തത് ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലം അതെന്താന്ന് എല്ലാവർക്കും അറിയാലോ. നമ്മുടെ ഭൂമി ഏതൊരു വസ്തുവിനെയും അതിന്റെ മധ്യത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്ന, ആകർഷിക്കുന്ന ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. അതുകൊണ്ടല്ലേ നമ്മൾ ഏതൊരു വസ്തു മുകളിലേക്ക് ഇടുമ്പോൾ അത് തിരിച്ച് താഴേക്ക് വരുന്നത് അല്ലേ? അപ്പൊ നമ്മളെ ഭൂമിയിലുള്ള എല്ലാ വസ്തുവും എന്താണ്, ഗുരുത്വാകർഷണ ബലം അനുഭവിക്കുന്നില്ലേ? അപ്പൊ ഇവിടെയുള്ള ചോദ്യം നോക്ക്, ഗുരുത്വാകർഷണ ബലം ഈ കുപ്പിയിൽ അനുഭവപ്പെടുന്നുണ്ടോ? ഭൂമിയിലുള്ള എല്ലാ വസ്തുവിലും അത് അനുഭവപ്പെടും ഭൂഗുരുത്വാകർഷണ ബലം. കുപ്പിയിൽ മാത്രല്ല, ഏതൊരു വസ്തുവിന്റെ മുകളിലും അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ കുപ്പിയുടെ മുകളിലും എന്താണ്, ഈ ബോട്ടിലിന്റെ മുകളിലും ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുക തന്നെ പെടുന്നുണ്ട്. ഭൂമിയിലുള്ള എല്ലാ വസ്തുവിലും ഉണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് കുപ്പിയിലും എന്താണ്, ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ ഉണ്ടെങ്കിൽ ഏത് ദിശയിലാണ് ഭൂഗുരുത്വാകർഷണ ബലം? ഭൂഗുരുത്വാകർഷണ ബലം എപ്പോഴും ഭൂമിയുടെ മധ്യത്തിലേക്ക്, അതായത് മുകളിൽ നിന്ന് താഴോട്ടല്ലേ. അതുകൊണ്ടല്ലേ മുകളിലേക്ക് ഒരു വസ്തു ഇടുമ്പോൾ താഴേക്ക് തിരിച്ചു വരുന്നത്. ആപ്പിൾ താഴേക്ക് വീണത് എല്ലാം താഴേക്കാണ് അട്രാക്ട് ചെയ്യുന്നത്, ഭൂമിയിലേക്കാണ് ഭൂഗുരുത്വാകർഷണ ബലം ആകർഷിക്കുന്നത്. അപ്പോ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് താഴേക്കാണ് ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത്. ക്ലിയർ ആണോ? ഏതൊരു വസ്തുവിലും ഭൂമിയിലുള്ള ഏതൊരു വസ്തുവിലും ഭൂഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നുണ്ട്. അത് എന്ന് പറയുന്നത് താഴോട്ടാണ്, അതിന്റെ ദിശ എന്ന് പറയുന്നത് ഭൂമിയിലേക്കാണ്, താഴോട്ടാണ്. ക്ലിയർ ആണോ? എന്തുകൊണ്ടാണ് കുപ്പി ജലത്തിൽ മുങ്ങിക്കിടക്കാത്തത്? എന്തുകൊണ്ടാണ് കുപ്പി ജലത്തിൽ മുങ്ങിക്കിടക്കാത്തത്? എന്തുകൊണ്ടാണ്? അതാണ് നമുക്ക് നോക്കേണ്ടത്. എന്തോ ഒരു ബലം മുകളിലേക്ക് കൊടുക്കുന്നത് കൊണ്ടായിരിക്കാം അത് പൊങ്ങി വരുന്നത്, അതല്ലേ? അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കുക. ഇത് നിങ്ങൾ ചെറിയ പ്രായത്തിൽ ചെയ്തിട്ടുണ്ടാവും. അല്ലാത്തവര് ജസ്റ്റ് ക്ലാസ് കഴിയുമ്പം ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്ത് ജസ്റ്റ് ഒന്ന് അമർത്തി നോക്കി നോക്ക്. അങ്ങനെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ആ ബോട്ടിൽ തിരിച്ചു വരുന്നത്. നിങ്ങൾ എത്ര അമർത്തി പിടിച്ച് കുറെ നേരം നിന്ന് കൈ എടുത്താലും, നിങ്ങൾ അത്രയും ശക്തിയിൽ അമർത്തി വെച്ചാലും, നിങ്ങൾ കൈ എടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ച് മുകളിലേക്ക് തന്നെ വരും. അതെന്താ, ഈ ജലോപരിതലത്തില് പൊങ്ങിക്കിടക്കുക തന്നെ ചെയ്യും. ഒന്ന് ചെയ്തു നോക്കട്ടോ, ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ബോട്ടില്. ഇവിടെ കണ്ടോ പൊങ്ങിക്കിടക്കുന്നത് കാണുന്നില്ലേ? ഭൂഗുരുത്വാകർഷണ ബലം എങ്ങോട്ടാണ്? ഭൂഗുരുത്വാകർഷണ ബലം താഴോട്ടാണ്. അപ്പൊ എന്തോ ഒരു ഫോഴ്സ് ഇതിന് മുകളിലേക്ക് പൊങ്ങാൻ വേണ്ടിയിട്ട്, എന്തോ ഒരു ബലം എന്ന് പറയുന്നതും ഇതിന് മുകളിലേക്ക് പൊങ്ങി വരാൻ കാരണമാവുന്നുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കാം. ഇവിടെ കണ്ടോ, പ്ലവക്ഷമ ബലമാണ് പറയാൻ പോകുന്നത്. പ്ലവക്ഷമ
ബലം. അതിന്റെ ഇംഗ്ലീഷ് പറയുന്ന പേരാണ് ബോയൻ ഫോഴ്സ്. ബോയൻ ഫോഴ്സ് അഥവാ പ്ലവക്ഷമ ബലം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടോ? ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു ബക്കറ്റ് ഉണ്ട്, അതിന്റെ 1/4 ഭാഗം വെള്ളമുണ്ട്, അതിനുശേഷം ഒരു മഗ് നമ്മൾ ബക്കറ്റിന്റെ അടിയിൽ വെച്ചെന്ന് വെച്ചോ. ബക്കറ്റിന്റെ അടിയിലേക്ക് താഴ്ത്തി വെച്ച് അതിനുശേഷം ഞാൻ ആ മഗ് ഉയർത്തുകയാണ് ചെയ്യുന്നത്. മഗ് ഉയർത്തുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് എനിക്ക് ഉയർത്തുന്ന സമയത്ത് അതിന് ഭാരം തോന്നൂല, അതിനുള്ളത്ര ഭാരം എനിക്ക് തോന്നൂല, എനിക്ക് എളുപ്പത്തിൽ അതിനെ ഉയർത്താൻ സാധിക്കും. അതേ സ്ഥാനത്ത് അതൊന്ന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ, ജലോപരിതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ, അതിന്റെ ഭാരം എത്രയാണോ അത് എനിക്ക് അനുഭവപ്പെടും. ഇതേ ഒരു കാര്യം നിങ്ങൾ വേറൊരു സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും, അനുഭവിച്ചിട്ടുണ്ടാവും. വെള്ളം കോരാറില്ലേ? നമ്മൾ കിണറിൽ നിന്ന് വെള്ളം എടുക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം എടുക്കുന്ന ആ സാധനം ഇല്ലേ, അത് ജലോപരിതലത്തിന് എത്ര താഴെ കിടക്കുമ്പോൾ നമ്മൾ ഈ വെള്ളം കോരുകയാണെങ്കിൽ എന്താ, അത് നമുക്ക് ഈസിലി പൊക്കാൻ സാധിക്കും, ഉയർത്താൻ സാധിക്കും. പക്ഷെ അത് ജലോപരിതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താ, നമ്മൾ ഉയർത്തുമ്പോൾ നമുക്ക് അതിന്റെ ഭാരം അനുഭവിക്കപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് അധികം ബലം കൊടുത്തിട്ടാണ് അത് വലിച്ചെടുക്കുന്നത്. അതേ സ്ഥാനത്ത് ഇത് ജലോപരിതലത്തിന്റെ അടിയിലേക്കാണെങ്കിൽ മുകളിൽ എത്തുന്ന വരെ നമുക്ക് അത് ഉയർത്താൻ എന്താ വലിയ ബലം കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈസി ആയിട്ട് അതിനെ ഉയർത്താൻ സാധിക്കും. അതേ സ്ഥാനത്ത് അതിന്റെ ആ ഒരു ജലോപരിതലത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതിന്റെ ബലം നമുക്ക് അതിന്റെ ഭാരം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ ഭാരം നമ്മൾ ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചധികം ബലം കൊടുത്തിട്ടാണ് ഉയർത്തുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജസ്റ്റ് ഒരു കപ്പ് വെള്ളത്തിന്റെ അടിയിലിട്ട് വെള്ളത്തിന്റെ മുകളിലേക്ക് എത്തുന്നവരെ നമുക്ക് ഈസി ആയിട്ട് പറ്റും. എന്നാൽ മുകളിലെത്തിയാൽ കുറച്ച് ഭാരം നമുക്ക് തോന്നും. അപ്പോ നമ്മൾ കുറച്ചധികം ബലം കൊടുത്തിട്ടാണ് ഉയർത്താറ്. അല്ലേ? ഇതൊന്ന് ചെയ്തു നോക്ക്. ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ അനുഭവിച്ച അല്ലെ നിങ്ങൾ കണ്ടിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളോ തന്നെയാണ്. അപ്പൊ ഇത് ചെയ്തു നോക്കണം. ഇങ്ങനെ തന്നെയാണോ, ഞാൻ പറയുന്ന പോലെയാണോ ഇത് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ളത്, ഇങ്ങനെ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കുന്നുണ്ടോ, അല്ലെ ബുദ്ധിമുട്ടാണോ? ആണെങ്കിൽ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടായിരിക്കും, നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, ആ രീതിയിലൊക്കെ ഒന്ന് ചെയ്തു നോക്കി മനസ്സിലാക്കിയിട്ട് പഠിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാലോ. ഇതൊക്കെ ചെയ്യാൻ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയല്ലോ. അപ്പൊ സ്വന്തം ഒന്ന് ക്ലാസ് കേട്ടിട്ട് ചെയ്തു നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറയാൻ പോവാണ് പ്ലവക്ഷമ ബലം. ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞില്ലേ ബക്കറ്റിലും നമ്മളെ മഗ് ഇടുന്ന കാര്യം, അതിൻ്റെതാ നമുക്ക് നോക്കാം. ബക്കറ്റിലെ ജലത്തിനുള്ളിൽ ജലനിരപ്പിന് മുകളിലും കപ്പിന്റെ ഭാരത്തിന് എന്ത് വ്യത്യാസം? ബക്കറ്റിലെ ജലനിരപ്പിനുള്ളിലും ജലനിരപ്പിന് മുകളിലും കപ്പിന്റെ ഭാരത്തിൽ എന്ത് വ്യത്യാസമാണ് അനുഭവപ്പെടുന്നത്? എന്തായിരിക്കും കാരണം? നമ്മളോട് ചോദിച്ചത് ജലനിരപ്പിന് മുകളിലും ജലനിരപ്പിന് അടിയിലും നമ്മളെ ആ ഇതില്ലേ മഗ് കപ്പിന് ഭാരത്തിന് എന്ത് വ്യത്യാസമാണ് അനുഭവപ്പെട്ടത് എന്നാ ചോദിക്കുന്നത്. എന്താണ്? ജലനിരപ്പിന് മുകളിലെത്തിയപ്പം അതിന്റെ ഭാരം കൂടുകയാണ് ചെയ്യുന്നത്, എന്നാൽ ജലത്തിനടിയിൽ കപ്പിന്റെ ഭാരം കുറയുകയാണ് ചെയ്യുന്നത്. ജലനിരപ്പിന് അടിയിൽ, അതായത് ജലത്തിനടിയിൽ കപ്പിന് ഭാരം കുറവും, നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്, കപ്പിന്റെ ഭാരം കുറവാണ്. അതേ സ്ഥാനത്ത് ജലനിരപ്പിന് മുകളിലേക്ക് വരുന്ന സമയത്ത് കപ്പിന്റെ ഭാരത്തിന് ഭാരം വർദ്ധിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. കപ്പിന്റെ ഭാരം വർദ്ധിക്കുകയാണ്, എന്നാൽ ജലനിരപ്പിനുള്ളിൽ ജലത്തിനടിയിൽ കപ്പിന്റെ ഭാരം കുറവായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അതിന് കാരണം എന്തായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പറയാം. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. വേറെ നിങ്ങൾക്ക് അറിയുന്ന ഒരു എക്സാമ്പിൾ പറയട്ടെ. നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയുന്ന ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾ ചെറിയ പ്രായത്തിലൊക്കെ ഈ ഹീലിയം ബലൂൺസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ. ഹീലിയം ബലൂൺസ് നമ്മൾ പറയല്ലേ, ഇങ്ങനെ പൊങ്ങിപ്പോകുന്ന ബലൂണുകൾ. അപ്പൊ ഹീലിയം ബലൂണിന്റെ കാര്യമാണ് പറയുന്നത്. അന്തരീക്ഷ വായുവിൽ സ്വതന്ത്രമാക്കുന്ന ഹീലിയം നിറച്ച ബലൂണിന് എന്ത് സംഭവിക്കും? നമ്മളിപ്പോ ബലൂൺ വാങ്ങി, ഹീലിയം ബലൂൺ വാങ്ങിച്ച് അത് സ്വതന്ത്രമാക്കി വിട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് മുകളിലേക്ക് ഉയർന്നു പോവുകയല്ലേ ചെയ്യുക. അതുകൊണ്ടല്ലേ നമ്മൾ അത് വാങ്ങിക്കുന്ന സമയത്ത് കയ്യിൽ കെട്ടിയിടുകയൊക്കെ ചെയ്യുന്നത്.
അത് താഴെ കിടക്കും. അതേ സ്ഥാനത്ത് നമ്മളെ സാധാ ബലൂൺ എന്താ, എവിടെ വെക്കുന്നോ അവിടെ കിടക്കും, കയ്യിൽ പിടിച്ചാൽ കയ്യിൽ നിന്നോളും. ഇത് നമ്മൾ കയ്യിൽ കയറ് വെച്ച് കെട്ടിയിട്ടാലും മുകളിലേക്ക് പോകാനുള്ള പോലെയല്ലേ നിൽക്കുന്നത്, എപ്പോഴും മുകളിലേക്കല്ലേ പോകാൻ നിൽക്കുന്നത്. ഹീലിയം ബലൂൺ നിങ്ങൾക്ക് അറിയില്ലേ, ഒന്ന് കൈവിട്ട് കഴിഞ്ഞാൽ അത് പൊങ്ങി പോവൂലേ. നമ്മളൊക്കെ ചെറിയ പ്രായത്തിൽ അത് വാങ്ങിച്ചിട്ടുണ്ടാവും, ഒരു ആവേശത്തിന് മുകളില് വീട്ടില് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടാവും, ഉത്സവങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പലരെയും കയ്യിൽ നിന്ന് അത് വിട്ടിട്ട് പറന്നു പോയിട്ടും ഉണ്ടാവുമല്ലോ. ഈ ഹീലിയം ബലൂണൊക്കെ എന്താണ്, അതിനെ സ്വതന്ത്രമായി വിട്ടുകഴിഞ്ഞാൽ അത് മുകളിലേക്ക് പോകും, ഉയരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ച അന്തരീക്ഷ വായുവിൽ സ്വതന്ത്രമാക്കുന്ന ഹീലിയം ബലൂൺ എന്ത് സംഭവിക്കും? സ്വതന്ത്രമാക്കുന്ന ഹീലിയം ബലൂൺ എന്താണ് സംഭവിക്കുക? അത് മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് ദ്രാവകങ്ങളിൽ, ഇത് രണ്ടുമാണ് പറയുന്നത്, രണ്ടിന്റെയും കൂടെ ഒരു പോയിന്റ് ആണ്. ദ്രാവകങ്ങളിൽ മാത്രമല്ല വാതകങ്ങളിലും സ്ഥിതി ചെയ്യുന്ന വസ്തുക്കൾക്ക് മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെടുന്നു. കാരണം എന്താ, നമ്മള് ആദ്യം പറഞ്ഞു കപ്പ് എന്ന് പറഞ്ഞത് വെള്ളത്തിലല്ലേ, വെള്ളം എന്ന് പറയുന്നത് എന്താണ്, ദ്രാവകമാണ്. അതിന്റെ മുകളിൽ എന്താണ്, മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെട്ടത് കൊണ്ടാണ് അത് മുകളിലേക്ക് വരാൻ എളുപ്പത്തിൽ സാധിക്കുന്നത്, ഭാരം തോന്നാത്തത്. അതേ സ്ഥാനത്ത് നമ്മളെ ഹീലിയം എന്ന് പറയുന്നത് എന്താ, ഒരു വാതകമാണ്. ഈ വാതകത്തിന്റെ മുകളിൽ എന്താണ്, ഒരു ബലം മുകളിലേക്ക് കൊടുക്കുന്നില്ലേ, ഒരു ബലം മുകളിലേക്ക് കൊടുക്കുന്നില്ലേ. അതുകൊണ്ടാണ് ഹീലിയം ബലൂൺ സ്വതന്ത്രമായി വിടുമ്പോൾ മുകളിലേക്ക് പോകുന്നത്. ആ ബലം കാരണമാണ് ഹീലിയം ബലൂൺ മുകളിലേക്ക് പോകുന്നത്, സ്വതന്ത്രമായി വിടുമ്പോൾ ഉയരങ്ങളിൽ മുകളിലേക്ക് പോകുന്നത്. അപ്പൊ മനസ്സിലായോ? ദ്രാവകങ്ങളിൽ മാത്രമല്ല, ദ്രാവകത്തിന് നമ്മൾ പറഞ്ഞു, എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ബക്കറ്റില് വെള്ളത്തിൽ ഒരു മഗ് വെക്കുന്ന കാര്യം പറഞ്ഞു. വാതകങ്ങളിൽ പറഞ്ഞു ഹീലിയം ബലൂൺ. സ്ഥിതി ചെയ്യുന്ന വസ്തുക്കൾക്ക്, അതിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കൾക്ക് ഹീലിയം ബലൂൺ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ അന്തരീക്ഷത്തിലല്ലേ, അതാണ് ഇവിടെ പറയുന്ന വായു എന്ന് പറയുന്നത്, എയർ എന്ന് പറയുന്നത്. ഓക്കെ, ഹീലിയം ബലൂണ് സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷത്തിലാണ്, അതാണ് ഇവിടെ പറയുന്ന വാതകം. നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താണ്, വാതകങ്ങളാണ്. എയർ എന്ന് പറയുന്നത് വാതകങ്ങളാണ്, അങ്ങനെയാണ് ഓർക്കേണ്ടത്. ഹീലിയം ബലൂണിന്റെ ഉള്ളിലുള്ളത് ഹീലിയം വാതകം, അതല്ല അത് സ്ഥിതി ചെയ്യുന്നത്, അതിന്റെ ചുറ്റുമുള്ളത് എന്താണ്, വാതകം. ഞാൻ പറഞ്ഞുതരാം. ഇത് ബക്കറ്റിലെ വെള്ളത്തിൽ കപ്പ് വെച്ച്, ഇതാണ് കപ്പ് എന്ന് വിചാരിച്ചത്. ഇത് കപ്പാണെങ്കിൽ ഇവിടെ ഉള്ളത് എന്താ, ജലം. ഇതെന്താ, ദ്രാവകല്ലേ, ദ്രാവകം. ആ എക്സാമ്പിൾ നമുക്ക് മനസ്സിലായി, ആ ഉദാഹരണം മനസ്സിലായി. അടുത്ത ബലൂണ് മുകളിലേക്ക് പോകുന്നില്ലേ, അപ്പൊ അതിന്റെ ചുറ്റും ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ എയറുകളില്ലേ, നമ്മൾ അന്തരീക്ഷത്തിൽ എയർ ഇല്ലേ, എയർ എന്ന് പറയുന്നത് എന്താണ്, വാതകല്ലേ. അപ്പൊ എന്താണ് നമുക്ക് മനസ്സിലായത്, ദ്രാവകങ്ങളിലും എന്താ, ദ്രാവകങ്ങളിലും വാതകങ്ങളിലും ഉള്ള വസ്തുവിന് സ്ഥിതി ചെയ്യുന്ന വസ്തു, ഇവിടെ ഏതാ സ്ഥിതി ചെയ്ത വസ്തു, ബലൂണാണ്. ഇവിടെ കപ്പാണ്, അതായത് മഗ്ഗാണ്. അപ്പൊ ഈ മഗ്ഗിലും ഈ വസ്തുവിലും എന്താണ്, വസ്തുക്കൾക്ക് മുകളിലേക്ക് ഒരു ബലം കൊടുക്കുന്നില്ലേ, ഈ വാതകത്തിലേക്ക് ഒരു ബലം കൊടുക്കുന്നത് കൊണ്ടല്ലേ ഇത് മുകളിലേക്ക് പോകുന്നത്. ബലം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലായി. അതുപോലെ ഈ വെള്ളം ഇതിന്റെ മുകളിൽ ഒരു ബലം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് മുകളിലേക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ? ചെയ്യുന്ന വസ്തുക്കൾക്ക് മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെടുന്നില്ലേ, അത് നമുക്ക് മനസ്സിലായല്ലോ. അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അത് മുകളിലേക്ക് പോകുന്നത്, ഉയർന്നു വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ദ്രാവകങ്ങളും, അതായത് ലിക്വിഡ്, വാതകങ്ങളും, അതാണ് ഗ്യാസ്. പൊതുവായി പറയുന്നതാണ് ദ്രാവകങ്ങളെയും വാതകങ്ങളെയും പൊതുവായി ദ്രവങ്ങൾ എന്നാണ് പറയുന്നത്. ദ്രവങ്ങൾ അഥവാ ഫ്ലൂയിഡ്സ് എന്നാണ് നമ്മൾ പറയാറ്. നോക്കി വെക്കണേ, ദ്രവങ്ങൾ എന്നാണ് പറയുന്നത്. ദ്രാവകങ്ങളെയും വാതകങ്ങളെയും നമ്മൾ ഒരുമിച്ച് പറയുന്നത് എന്താണ്, ദ്രവങ്ങൾ എന്നാണ്. അപ്പൊ ഈ ദ്രവങ്ങളിൽ എന്താണ്, ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവിന് എന്താണ്, ഒരു ബലം അനുഭവപ്പെടും.
ദ്രവങ്ങളിൽ ഒരു വസ്തു ഉണ്ടെങ്കിൽ അതിന് ബലം അനുഭവപ്പെടും. നമ്മൾ പറഞ്ഞു ദ്രാവകങ്ങളെയും വാതകങ്ങളെയാണ് ഒരുമിച്ച് എന്ത് എന്ന് പറയുന്നത്? ദ്രവങ്ങൾ. എന്തുകൊണ്ടായിരിക്കും എന്നറിയോ? ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാനുള്ള ഒരു കഴിവില്ലേ? ഒഴുകാനുള്ള കഴിവില്ലേ? ഇപ്പൊ സപ്പോസ് നമ്മൾ പറയാണ് വാട്ടർ എടുത്ത്, വെള്ളം എന്ന് പറയുന്നത് എന്താ? ഒരു ദ്രാവകം. അതിന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ഒഴുകിപ്പോവില്ലേ? അത് ഒഴുകിപ്പോവില്ലേ? നമ്മൾ ജസ്റ്റ് ഒരു ടേബിളിൽ ഒരു ഡ്രോപ്പ് ഒഴിക്കുകയാണെങ്കിൽ, കുറച്ച് ഡ്രോപ്സ് ഒഴിക്കുകയാണെങ്കിൽ അത് ഒഴുകുമല്ലോ. അതേ സ്ഥാനത്ത് നമ്മളൊരു ഗ്യാസ് തുറന്നു വെച്ചാൽ എന്താ? അത് ഒഴുകൂ. അത് ഒഴുകുന്നുണ്ടല്ലോ, ഇല്ലേ? അതുപോലെ തന്നെയാണ് നമ്മളെ ദ്രാവകങ്ങളും വാതകങ്ങളും എന്ന് പറഞ്ഞ ഒഴുകാനുള്ള കഴിവുണ്ട്. എന്നാൽ ഖരാവസ്ഥയിലുള്ള പദാർത്ഥത്തിന് ഒഴുകാനുള്ള കഴിവുണ്ടോ? ഈ പെണ്ണ് വെറുതെ വെച്ച് കഴിഞ്ഞ് ഒഴുകുവോ? ഈ പെണ്ണ് വെറുതെ വെച്ച് കഴിഞ്ഞ് ഒഴുകുവോ? ഇല്ല. അപ്പൊ ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഉള്ള ഒരു കഴിവാണ് എന്ത്? ഒഴുകുക എന്നുള്ളത്. അപ്പം ദ്രാവകങ്ങളെയും വാതകങ്ങളെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ദ്രവങ്ങൾ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എന്നാണ് പറയാ. ക്ലിയർ ആയോ? അപ്പൊ ഈ ദ്രവങ്ങളില് ഒരു വസ്തു ഉണ്ടെങ്കിൽ ആ വസ്തുവില് ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞ രണ്ട് എക്സാമ്പിളിന്, ഉദാഹരണങ്ങളിന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സാമ്പിൾ പറയാണ്. നിങ്ങളെ ടെക്സ്റ്റിൽ ഇല്ല, ജസ്റ്റ് മനസ്സിലാക്കണം, ശ്രദ്ധിക്കണം. ഇത് മനസ്സിലായാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതിനു വേണ്ടി തരുന്നൊരു എക്സാമ്പിൾ ആണ്. ഇവിടെ കണ്ടോ, ഇതൊരു റബ്ബറിന്റെ കോക്കാണ്. റബ്ബറിന്റെ കോക്കാണ്. ഇവിടെ താഴോട്ടല്ലേ നമ്മൾ പറയാ ഭൂഗുരുത്വാകർഷണ ബലം? ഭൂഗുരുത്വാകർഷണ ബലം താഴോട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു മുകളിലേക്ക് ഒരു ബലം അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇത് മുകളിലേക്ക് ഉയർന്നു വരുന്നത്. അപ്പൊ മുകളിലേക്ക് ഇവിടെ ഒരു ബലം അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ നോക്ക്, ഇത് ചെറിയൊരു ഏരവും വലിയൊരു ഏരോ ഇട്ടിട്ടാ കൊടുത്തത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതാണ് വലുത്? ഇതല്ലേ വലുത്? ഇതാണ് പ്ലവക്ഷമ ബലം. ഇതെന്താ? ഇത് ഭൂഗുരുത്വാകർഷണ ബലം. അത് കുറവല്ലേ? അത് കുറവാണ്. പക്ഷെ പ്ലവക്ഷമ ബലം എന്താണ്? കൂടുതലാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് പ്ലവക്ഷമ ബലം കൂടുതലാണ്. എന്തിനേക്കാൾ? ഭൂഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ. ബാക്കി എഴുതുന്നില്ലേ? ഭൂഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ പോസിറ്റീവ് പ്ലവക്ഷമ ബലമാണ്. എന്ന് പറയാം. അവിടെ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് പ്ലവക്ഷമ ബലമാണ് എന്ന് പറയാം. പ്ലവക്ഷമ ബലം. അതുകൊണ്ടല്ലേ ഇത് ഉയർന്നല്ലേ നിൽക്കുന്നത്? താഴോട്ട് കുറച്ചാണ്. എന്നാൽ മുകളിലേക്ക് കൊടുക്കുന്ന ബലം എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് മുകളിലേക്കാണ് അത് പോവാൻ ശ്രമിക്കുക. ക്ലിയർ ആയോ? അടുത്തതാണ് നമുക്ക് നോക്കാം. ഇവിടെ എന്തുണ്ട്? ഒരു മരത്തിന്റെ കഷ്ണമുണ്ട്. ഒരു ചെറിയ വുഡൻ വെയിറ്റ് ഓഫ് വുഡ് ഉണ്ട്. ചെറിയൊരു മരക്കഷ്ണം, ചെറുതാണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഇവിടെ പിക്ചറിൽ ഇവിടെയും കാണാമല്ലോ, പ്ലവക്ഷമ ബലമുണ്ട്. പിന്നെന്താ? ഭൂഗുരുത്വാകർഷണ ബലം ഉണ്ട്. ഇതവിടെ കൂടുതല്? പ്ലവക്ഷമ ബലമല്ലേ കൂടുതല്? അപ്പൊ പ്ലവക്ഷമ ബലം ആണ് കൂടുതൽ. ഇവിടെ എന്താണ്? പോസിറ്റീവ് പ്ലവക്ഷമ ബലമാണ്. ആണ്. കാരണം എന്താണ്? ഇവിടെ എന്താണ് കൂടുതല്? പ്ലവക്ഷമ ബലം. എന്തിനേക്കാൾ കൂടുതലാണ്? ബലം. ഇങ്ങനെ ഇട്ടാ ഗ്രേറ്റർ ആണ് എന്നുള്ളത് അറിയില്ല എനിക്ക്. പ്ലവക്ഷമ ബലം എന്തിനേക്കാൾ കൂടുതലാ?
ഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ കൂടുതലാണ്. ഫുൾ എഴുതുന്നില്ലേ? ഭൂഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ പ്ലവക്ഷമ ബലം കൂടുതലാണ്. അപ്പൊ അവിടെ എന്താണ്? പോസിറ്റീവ് പ്ലവക്ഷമ ബലമാണ്. അപ്പൊ അതെന്താണ്? പോസിറ്റീവ് പ്ലവക്ഷമ ബലമാണ്. അതും എന്താണ്? പൊങ്ങി തന്നെയാണ് കിടക്കുന്നത്. ഓക്കെ, പക്ഷെ ഇതിനെ പോലെയാണ് ഇത് കംപ്ലീറ്റ്ലി മുകൾ ഭാഗം ഇത്രയും ഇവിടെയാണ് വെള്ളത്തിന്റെ ജലനിരപ്പ് വരുന്നത്. അതിന്റെ തൊട്ടു മുകളിലാണ് സാധനം നിൽക്കുന്നത്. കാരണം ഇവിടെ പ്ലവക്ഷമ ബലം കൂടുതലാണ്. എന്നാൽ ഇതിന്റെ കേസിൽ നമുക്ക് പകുതിയാണ്. പകുതി ഉള്ളിലും പകുതി മുകളിലുമാണ് ഉള്ളത്. അതിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പ്ലവക്ഷമ ബലം എന്താണ്? അത്രത്തോളല്ല. എന്നിരുന്നാലും എന്താണ്? നമ്മളെ ഭൂഗുരുത്വാകർഷണ ബലത്തിനേക്കാൾ കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്ക്. ഒരു ഇരുമ്പ് കട്ടയാണ്. ഒരു ഇരുമ്പിന്റെ കട്ടയുണ്ട്. ഇവിടെ നിങ്ങൾ നോക്ക്, പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് വളരെ കുറച്ചാ. പ്ലവക്ഷമ ബലം വളരെ കുറച്ചും അതേ സ്ഥാനത്ത് ഭൂഗുരുത്വാകർഷണ ബലം എന്താണ്? ഈ പ്ലവക്ഷമ ബലത്തിനേക്കാൾ കൂടുതലാണ്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോ നമ്മൾ എന്താണ് പറയാ? നെഗറ്റീവ് പ്ലവക്ഷമ ബലം എന്നാണ് പറയാ. അപ്പൊ ഇവിടെ എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലം ഭൂഗുരുത്വാകർഷണ ബലം എന്തിനേക്കാൾ കൂടുതലാണ്? പ്ലവക്ഷമ ബലത്തിനേക്കാൾ കൂടുതലാണ്. നോക്ക്, അതുകൊണ്ട് എന്താ? ഇത് താഴേക്കാ പോയത്. താഴേക്കാണ് കൂടുതൽ ബലം കൊടുത്തത്, അപ്പൊ അത് താഴേക്ക് പോവും. ഇവിടെ എന്താ? മുകളിലേക്കാണ് കൂടുതൽ ബലം കൊടുത്തത്, അപ്പൊ അത് മുകളിലേക്ക് പോവും. ഈ ചിത്രം എന്തിനാ തന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ടെക്സ്റ്റിൽ ഇല്ല. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇതിങ്ങനെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന പ്ലവക്ഷമ ബലമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും, എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് നോക്കാം. ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. എന്താണ് പ്ലവക്ഷമ ബലം എന്നാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്കൊരു കാര്യം പറയാം. ദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? വാതകവും ദ്രാവകങ്ങളും കൂടെ ചേർത്തിട്ട് നമ്മൾ രണ്ടിനെയും കൂടെ പറയുന്നതാണ് എന്ത്? ദ്രവങ്ങൾ. അപ്പൊ ദ്രവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ രണ്ടു തരം ബലങ്ങൾ പ്രവർത്തിക്കുന്നു. ദ്രവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ രണ്ട് തരം ബലങ്ങൾ പ്രവർത്തിക്കുന്നു. ദ്രവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ രണ്ട് തരം ബലങ്ങളുണ്ട്. അത് നമുക്ക് നേരത്തെ മനസ്സിലായി. മുകളിൽ നിന്ന് താഴേക്കും താഴേന്ന് മുകളിലേക്കും രണ്ട് തരം ബലമില്ലേ? അതിവിടെ മനസ്സിലായല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞ എക്സ്പെരിമെന്റ് ഇല്ലേ? മഗ് ബക്കറ്റിന്റെ അടിയിൽ വെക്കുന്ന ഒരു ഇതുണ്ട്. ആ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹീലിയം ബലൂണിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കുറെ ഉദാഹരണങ്ങളിൽ തന്നെ നമുക്ക് ബോധ്യമുണ്ട് എന്താണ്? ദ്രവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളിൽ രണ്ടു തരം ബലം അനുഭവപ്പെടുന്നുണ്ട്. ഏതൊക്കെയാന്ന് നോക്കിയാലോ? നിങ്ങൾക്ക് പറയാം, എന്നാൽ നമുക്ക് നോക്കാം. വസ്തുവിൽ താഴോട്ട് അനുഭവപ്പെടുന്ന ബലം അതാണ് വസ്തുവിന്റെ ഭാരം. അതെന്തുകൊണ്ടാ? ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് ഭാരം ഉണ്ടാകുന്നത്. നമ്മളെ മാസ് ഇൻറ്റു ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ആണ് നമ്മളെ വെയിറ്റ്. ഓക്കെ, നമ്മളെ വെയിറ്റ് എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ബലം കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പം ഒരു വസ്തുവിൽ താഴേക്ക് അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് ഭൂഗുരുത്വാകർഷണ ബലമാണ്. അതാണ് ആ വസ്തുവിന്റെ ഭാരവും. ഓക്കെ, വസ്തുവിന്റെ ഭാരം എന്നും നമുക്ക് പറയാം, വേണമെങ്കിൽ ഭൂഗുരുത്വാകർഷണ ബലം എന്നും പറയാം. ഓക്കെ, ഇനി അടുത്തത് വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം. രണ്ടാമത്തത് എന്താണ്? ആ ദ്രവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തു അതിനെ മുകളിലേക്ക് എന്താണ്? ദ്രവങ്ങൾ പ്രയോഗിക്കുന്ന ഒരു ബലമുണ്ട്. ഈ വസ്തുവിന്റെ മുകളിലേക്ക് ആ ദ്രവങ്ങൾ, സപ്പോസ് ഇപ്പൊ ലിക്വിഡ് ആണ്, വാതകാണ്, അല്ലെങ്കിൽ ദ്രാവകാണ്, ഏതാണോ നമ്മൾ ദ്രവങ്ങൾ എന്താക്കും? അതിൽ അടങ്ങിയിരിക്കുന്ന വസ്തുവിന് മുകളിലേക്ക് എന്താണ്? ഒരു ബലം
പ്രയോഗിക്കുന്നുണ്ട്. നമ്മളെ ഹീലിയം ബലൂൺ വാതകല്ലേ, വാതകം അതിന്റെ മുകളിലേക്ക് എന്താണ് ഒരു ബലം പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ബോട്ടിലില്ലേ, ബോട്ടിൽ ഉണ്ടായിരുന്ന എന്തിലാ, ദ്രാവകത്തിലല്ലേ, ലിക്വിഡിലല്ലേ, വാട്ടറിലല്ലേ. ആ ലിക്വിഡ് എന്താണ്, ദ്രാവകം എന്താണ്, ആ വസ്തുവിന്റെ മുകളിൽ എന്താണ്, മുകളിലേക്ക് ഒരു ബലം പ്രയോഗിച്ചിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോ ഒരു ദ്രവങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവിന് എന്തുണ്ട്, 2 തരം ബലം അത് അനുഭവിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് പറയുമ്പോ എന്താ, 2 തരം ബലം അനുഭവിക്കുന്നുണ്ട്, പ്രയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ പറഞ്ഞ ആ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു എക്സാമ്പിൾ ആലോചിക്കുക. അപ്പൊ സപ്പോസ് നമുക്ക് ബോട്ടിലിന്റെ തന്നെ എടുക്കാം, ബോട്ടിലിന്റെ കേസ് എടുക്കാം. ബോട്ടിലിന്റെ കേസ് തന്നെ ആലോചിച്ച് വെക്കുക. അപ്പൊ 2 തരം ബലമുണ്ട്. ഏതൊരു വസ്തുവിനും താഴോട്ട് എന്താണ്, ആ വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് എന്താ, അതിന്റെ മുകളിൽ എന്ത് ബലം അനുഭവിക്കപ്പെടുന്നതുകൊണ്ടാ, ഭൂഗുരുത്വാകർഷണ ബലം. അപ്പൊ താഴോട്ട് ഭൂഗുരുത്വാകർഷണ ബലമുണ്ട്. പിന്നെ വസ്തുവിനും പൊങ്ങി വരാൻ, ഉയർന്നു വരാൻ സാധിക്കുന്ന ഒരു ബലമുണ്ട്. അതാണ് എന്ത്, വസ്തുക്കളിൽ ദ്രവം എന്താണ് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ഒരു ബലം കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പ്ലവക്ഷമ ബലത്തിന്റെ ഡെഫിനിഷൻ ആണ്. അത് പഠിച്ചിരിക്കണം, അത് ഇമ്പോർട്ടന്റ് ആണ്. ആ ഡെഫിനിഷൻ അങ്ങനെ വൃത്തിക്ക് പഠിച്ചു വെക്കണം. പ്ലവക്ഷമ ബലം എന്താണെന്ന് ചോദിക്കാം. നമുക്ക് നോക്കിയാലോ. ഒരു വസ്തു പൂർണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. അതല്ലേ ഇവിടെ ഈ വസ്തുവിന് മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് എന്ത്, പ്ലവക്ഷമ ബലം. ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കിയാലോ. ഈ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എവിടെയാണ്? ദ്രവങ്ങളിൽ മാത്രമാണ് അനുഭവപ്പെടുന്നത്. അതായത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും മാത്രമാണ് ഈ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുകയുള്ളൂ. ഓക്കെ ആണോ? നമുക്ക് നോക്കാം. ഒരു വസ്തു പൂർണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ, ഒരു വസ്തു പൂർണ്ണമായിട്ടോ മുങ്ങിക്കിടക്കുകയാണ്, അല്ലെങ്കിൽ പകുതിയായിട്ട് ഭാഗികമായിട്ട് മുങ്ങിക്കിടക്കുകയാണെന്ന് വെച്ചാൽ ഒരു ദ്രവത്തിൽ മുങ്ങിക്കിടക്കുകയാണെങ്കിൽ, ദ്രവം എന്ന് പറയുന്നത് എന്താവാ, ഒന്നുകിൽ ദ്രാവകമാകാം അല്ലെങ്കിൽ വാതകമാകാം. ഇതിലേതെങ്കിലും പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുവിൽ ദ്രവം എന്താക്കൂ, ആ വസ്തുവിൽ ഈ ദ്രവം എന്താ, ഒരു ബലം പ്രയോഗിക്കും. ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് ബലം പ്രയോഗിക്കും. ആ ബലമാണ് എന്ത്, പ്ലവക്ഷമ ബലം. ഇവിടെ നോക്ക്, ഒരു ബീക്കർ എടുത്ത് അതിലിതാ, സപ്പോസ് ഞാനൊരു വാട്ടർ എടുത്ത് വാട്ടർ എന്ന് പറയുന്നത് ദ്രാവകാണ്. അപ്പൊ അതെന്താ, ദ്രവത്തിന് എക്സാമ്പിൾ ആണ്, ഫ്ലൂയിഡ് ആണ്, ദ്രവമാണ്. അപ്പൊ ദ്രവങ്ങളിൽ പൂർണമായോ ഭാഗികമായോ എന്താണ്, പൂർണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുന്ന വസ്തു. ഇതിപ്പോ പൂർണ്ണമായി മുങ്ങിയിരിക്കുക, പൂർണമായോ ഭാഗികമായോ. അപ്പൊ ഫുൾ മുങ്ങിയിരിക്കണം എന്നില്ലേ, പകുതി മുങ്ങിയിരിക്കുന്ന രീതിയിലായാലും നമുക്ക് പറയാൻ സാധിക്കും. പൂർണമായോ ഭാഗികമായോ മുങ്ങിയിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിന്റെ മുകളിലല്ലേ, ഈ വസ്തുവിന്റെ മുകളിൽ ഈ ദ്രവം എന്ന് പറയുമ്പോ ഇവിടെ വാട്ടർ ആണ്. ഏതാണോ നമ്മളെ ദ്രവം അതെന്താക്കും, ഏതാണോ നമ്മളെ ദ്രവം അത് ഈ വസ്തുവിന്റെ മുകളിൽ എന്താണ്, ഒരു ബലം പ്രയോഗിക്കും, മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കും. ഈ വസ്തുവിന്റെ മുകളിലേക്ക് പോവാൻ എന്താ, ഇതൊരു ബലം പ്രയോഗിക്കും. അതുപോലെ ഈ വസ്തുവിന്റെ മുകളിലും ബലം പ്രയോഗിക്കും. ഈ ബലത്തിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്, പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അപ്പം മനസ്സിലായോ? അതായത് ഒരു ദ്രവ്യത്തിൽ പൂർണമായോ ഭാഗികമായോ, അത് ഓർത്ത് വെക്കണം, പൂർണമായോ
ഭാഗികമായോ ഒരു ദ്രവത്തിൽ ഒരു വസ്തു മുങ്ങിക്കിടക്കുകയാണെങ്കിൽ ആ വസ്തുവിൽ ദ്രാവകം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലം, ഈ ബലത്തെയാണ് നമ്മൾ എന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണെന്ത്? പ്ലവക്ഷമ ബലം. അപ്പൊ പ്ലവക്ഷമ ബലം എന്തിലാണ്? ദ്രാവകങ്ങളിലോ വാതകങ്ങളിലോ കാണുള്ളൂ. അതായത് ദ്രവങ്ങളിൽ മാത്രമാണ് പ്ലവക്ഷമ ബലം അനുഭവപ്പെടുകയുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ ഈ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ആ വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ദ്രവങ്ങളിൽ മുങ്ങിക്കിടക്കണം. അപ്പൊ ആ വസ്തുവിൽ എങ്ങോട്ടാണ് പ്ലവക്ഷമ ബലം? എങ്ങോട്ടാണ്? മുകളിലേക്കാണ്. പ്ലവക്ഷമ ബലം മുകളിലേക്കാണ് പ്രയോഗിക്കുന്നത്. ഓക്കെ, മുകളിലേക്കാണ്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ അല്ലേ ബലൂണിൽ എന്താണ്? ഇവിടെ എന്താ ബലൂൺ നിൽക്കുന്നത്? എന്താ? അന്തരീക്ഷത്തില് വായു ഇല്ലേ? അന്തരീക്ഷത്തിലെ വായു കാണുന്നില്ലേ? അന്തരീക്ഷത്തിലെ വായു എന്ന് പറയുന്നത് വാതകമാണ്. വാതകം എന്ന് പറയുമ്പോ ദ്രവല്ലേ? ദ്രവമാണ്. അപ്പൊ ഈ വാതകം ഈ ബലൂണിന്റെ മുകളിൽ, ഇതല്ലേ അന്തരീക്ഷത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തു, പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിൽ എന്താണ്? മുകളിലേക്ക് ഒരു ബലം എന്താണ്? പ്രയോഗിക്കപ്പെടും. മുകളിലേക്ക് ഒരു ബലം പ്രയോഗിക്കപ്പെടുന്നുണ്ട്. ഈ ബലമാണ് എന്ത്? പ്ലവക്ഷമ ബലം. അതാണ് അതിനെ മുകളിലേക്ക് പോകാൻ സഹായിക്കുന്നത്. ഓക്കെ ആണോ? ഇനി ഒന്നുകൂടെ ഒന്ന് ഡെഫിനിഷൻ പറഞ്ഞു നോക്കാം. ഡെഫിനിഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നുണ്ട്, വ്യക്തമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. നിങ്ങളപ്പൊ ഡെഫിനിഷൻ പഠിക്കുമ്പം ഒരു എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടൊന്ന് പഠിച്ചു നോക്ക്. അപ്പൊ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതായത് ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ, നിങ്ങൾ ഈ ഒരു കാര്യം ആലോചിച്ചാ മതി, ഈ ഒരു ചിത്രം ആലോചിച്ചാ മതി. ഒരു വസ്തു പൂർണ്ണമായോ ഭാഗികമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ ഓക്കെ, പൂർണ്ണമായോ ഭാഗികമായോ ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം. ദാറ്റ് ഈസ് ബോയന്റ് ഫോഴ്സ് അല്ലെങ്കിൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് മുകളിലേക്കാണ്, ദ്രവങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ദ്രവങ്ങളിൽ പൂർണ്ണമായോ ഭാഗികമായോ മുങ്ങിക്കിടക്കുന്ന വസ്തുവിന്റെ മുകളിലേക്ക് ദ്രവം പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആയി അല്ലേ? ഈ ഡെഫിനിഷൻ വിത്ത് എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കുക. എന്നിട്ട് ഇപ്പൊ നിങ്ങളോട് ഈ ഡെഫിനിഷൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എക്സാമ്പിൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻ എഴുതാൻ പറ്റും. ഓക്കെ. ഇനി നമ്മൾ പറയുന്നത് നിത്യജീവിതത്തിൽ പ്ലവക്ഷമ ബലം അനുഭവിക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ ഏതൊക്കെ സന്ദർഭത്തിലാണ് പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞു നോക്കിയാലോ? നിങ്ങൾക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇവിടെ ചെറിയൊരു എക്സാമ്പിൾ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് വെള്ളത്തിൽ പൊങ്ങിയിരിക്കാനുള്ള കഴിവാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മാത്രമൊന്നുമല്ല. ആ ഒരു ഇത് വെള്ളത്തിൽ മാത്രമല്ല, നമ്മൾ പറഞ്ഞ എന്താ, വെള്ളത്തിൽ മാത്രമല്ല ദ്രാവകത്തിലും വാതകത്തിലും എന്താണ് പ്ലവക്ഷമ ബലം ഉണ്ട്. അപ്പൊ ഇത് മാത്രം ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയാൻ പറ്റൂല. നമുക്ക് എന്ത് പറയാ, വെള്ളത്തിൽ പൊങ്ങിയിരിക്കാൻ കാരണം പ്ലവക്ഷമ ബലമാണ്. എന്നാൽ വെള്ളത്തിൽ മാത്രമല്ല, എന്താ ഫ്ലൂയിഡ്സിലാണ്, വെള്ളത്തിൽ വാതകത്തിലും ദ്രാവകത്തിലും ഇത് അനുഭവപ്പെടുന്നുണ്ട്. ഇതിന്റെ മലയാളം എന്ന് പറയുന്നത്
പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് ഒരു വസ്തുവിന് ജലത്തിന്റെ മുകളിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമുക്ക് എക്സാമ്പിൾ നോക്കാം. നിങ്ങൾ ഈ ഡെഫിനിഷൻ പഠിച്ചിരിക്കണേ, ഈ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം, ഇതാണ് വേണ്ടത്. ഓക്കെ, നോക്കാം. അടുത്ത നമ്മൾ പറയുന്നത് നമ്മളെ നിത്യജീവിതത്തിൽ പ്ലവക്ഷമ ബലം അനുഭവപ്പെടുന്ന സന്ദർഭമാണ്. ഇവിടെ ആദ്യത്തേത് കൊടുത്തിട്ടുണ്ട്, ജലത്തിനുള്ളിൽ നിന്നും വായു കുമിളകൾ ഉയരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വെള്ളം തിളപ്പിക്കുമ്പോ അല്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ നിന്നിടയ്ക്ക് വായുവിന്റെ കുമിളകൾ ഇങ്ങനെ പൊങ്ങി മുകളിലേക്ക് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിന് കാരണം എന്താ? അതിന് കാരണം എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലമാണ്. അതുപോലെ ഇവിടെ കാണുന്നുണ്ടോ ഈ ഷിപ്പ് കപ്പലുകളൊക്കെ പൊങ്ങിക്കിടക്കുന്നില്ലേ? അതിന് കാരണം എന്താണ്? പ്ലവക്ഷമ ബലമാണ്. കപ്പൽ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ട്യൂബ് ഇട്ടൊക്കെ നമ്മൾ നീന്താറില്ലേ? ട്യൂബ് ഇട്ട് നീന്താൻ പഠിക്കുന്നതിന് മുമ്പ് ട്യൂബ് ഇട്ടൊക്കെ അല്ലേ നീന്താറ്? അപ്പൊ ഈ ട്യൂബ് വെള്ളത്തിൽ ട്യൂബ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മൾ അറിയാത്ത ഒരാൾ ട്യൂബ് ഇല്ലാതെ വെള്ളത്തിൽ ചാടി എന്താ മുങ്ങിപ്പോവാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ട്യൂബ് ഇട്ടിട്ട് കണ്ടോ, ട്യൂബ് ഇടുന്ന സമയത്ത് നമ്മൾ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പൊ ട്യൂബിനെ പൊങ്ങി നിർത്താൻ സഹായിക്കുന്നത് എന്താണ്? പ്ലവക്ഷമ ബലമാണ്. അതൊരു എക്സാമ്പിൾ ആണ്. ട്യൂബിന്റെ കേസിലുള്ളത് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ ഐസ് ക്യൂബുകളില്ലേ? ഐസ് ക്യൂബുകൾ നമ്മൾ വെള്ളത്തിന്റെ അടിയിലേക്ക് അമർത്തി വെച്ചാലും അതെന്താ തിരിച്ച് പൊങ്ങി വരുമല്ലോ. അത് ഐസ് ക്യൂബ് എപ്പോഴും മുകളിൽ പൊങ്ങി കിടക്കുന്നില്ലേ? അതിന് കാരണം പ്ലവക്ഷമ ബലമാണ്. പിന്നെ പറയുകയാണെങ്കിൽ നമ്മളെ പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താ പൊങ്ങിക്കിടക്കുന്നുണ്ട്? പ്ലാസ്റ്റിക് ബോട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? പ്ലവക്ഷമ ബലത്തിന് എക്സാമ്പിൾ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളെ ജലസ്രോതസ്സുകളൊക്കെ അല്ലേ, നമ്മളെ തോടുകള്, പുഴകളിലൊക്കെ ഇങ്ങനെ പ്ലാസ്റ്റിക് ബോട്ടില് പലരും കൊണ്ടുപോയി മാലിന്യം നിക്ഷേപിക്കുന്ന കൂട്ടത്തിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിങ്ങനെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി കൂട്ടത്തോടെ കിടക്കുന്നത് കാണുന്നില്ല. അത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകുന്നില്ലല്ലോ. എംപ്റ്റി ആയിട്ടുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ, ഒന്നുമില്ലാത്ത പ്ലാസ്റ്റിക് ബോട്ടിൽ പൊങ്ങി കിടക്കുന്നില്ലേ? അതിന് കാരണം എന്ന് പറയുന്നതും പ്ലവക്ഷമ ബലമാണ്. ഒരിക്കലും നമ്മളെ ജലസ്രോതസ്സുകളില് പ്ലാസ്റ്റിക്കുകളോ മറ്റു മാലിന്യങ്ങളോ നിക്ഷേപിക്കാൻ പാടില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങളത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുകയും വേണം, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം. ഓക്കെ, ഞാൻ ഇതിന്റെ കൂട്ടത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മളെ ഉത്തരവാദിത്താണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലവക്ഷമ ബലം നമ്മളെ നിത്യജീവിതത്തിൽ ഉള്ളതൊക്കെ കണ്ടു. ഇനി നമുക്ക് ഈ പ്ലവക്ഷമ ബലം എങ്ങനെയാണെന്നൊന്ന് അളക്കണ്ടേ? എങ്ങനെയാ നമ്മൾ പ്ലവക്ഷമ ബലം അളക്കുക എന്നുള്ളത് നോക്കിയാലോ. പ്ലവക്ഷമ ബലത്തിനെ അളക്കണം. അത് എത്ര ഉണ്ട്, ആ പ്ലവക്ഷമ ബലം ആ വസ്തുവിൽ എത്ര തോതിൽ അനുഭവപ്പെടുന്നുണ്ട്, കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ പ്ലവക്ഷമ ബലത്തെ നമ്മൾ അളക്കുക എന്നുള്ളത് നോക്കാം. പ്ലവക്ഷമ ബലം എങ്ങനെ അളക്കാം? ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇവിടെ നമ്മള് ഒരു ബീക്കറില് വെള്ളം എടുക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു സ്റ്റോൺ ഉണ്ട്. ഇതൊരു സ്റ്റോൺ ആണ്. സ്റ്റോൺ കെട്ടിയിട്ട് തൂക്കിയത് എന്തിലാണെന്നറിയോ? സ്പ്രിംഗ് ബാലൻസിൽ തൂക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ റീഡിങ് വെച്ചിട്ട് ഇതിന്റെ ഭാരം അളക്കാൻ സാധിക്കും. അതിനാണ് ഇതിൽ തൂക്കിയിട്ട് ഇവിടെ റീഡിങ് വരും. അപ്പൊ അതെത്രയാണ് അതിന്റെ അളവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന്റെ ഭാരം അളക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ സ്പ്രിംഗ് ത്രാസില് നമ്മൾ ഇങ്ങനെ തൂക്കിയത്. ഓക്കെ, ഇവിടെ വെള്ളമുണ്ട്. അതുപോലെ വേറൊരു ബീക്കർ എടുത്തിട്ടുണ്ട്, അതേ വലിപ്പം, അത്ര തന്നെ വെള്ളമുണ്ട്. നമ്മൾ എന്താക്കുന്നുണ്ട്, ഇതിനെ താഴ്ത്തി വെക്കും. വെള്ളത്തിന്റെ അടിയിലേക്ക് ഈ കല്ലിനെ താഴ്ത്തി വെക്കും. എന്നിട്ട് നമ്മൾ സ്പ്രിംഗ് ത്രാസിൽ വീണ്ടും അളവ് നോക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ഭാരം നോക്കും.
ഓക്കെ, ഭാരം നോക്കിയിട്ട് നമ്മൾ അത് എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കും. അതാണ് ഇവിടെ ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം. ഒരു വസ്തു ദ്രവത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ ഭാരക്കുറവിന് തുല്യമായിരിക്കും. ഭാരക്കുറവിന് തുല്യമായിരിക്കും. എന്താ പറയുന്നത് എന്നറിയോ? നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ബക്കറ്റിൽ കപ്പ് വെക്കുമ്പോ കപ്പ് അടിയിൽ വെച്ചിട്ട് ഉയർത്തുമ്പോ നമുക്ക് ഭാരം അനുഭവപ്പെടുന്നില്ല, ഈസി ആയിട്ട് ഉയർത്താൻ സാധിക്കും. കിണറിലെ വെള്ളം എടുക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞു. വെള്ളത്തിന്റെ അടിയിലേക്ക് വെള്ളം എടുക്കുന്ന സാധനം ഇട്ടിട്ട് നമ്മൾ ഉയർത്തുമ്പോൾ നമുക്ക് അതിന്റെ ഭാരം അനുഭവപ്പെടുന്നില്ല, എളുപ്പത്തിൽ അത് ഉയർത്താൻ സാധിക്കും. എന്നാൽ അത് ജലോപരിതലത്തിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ ഭാരം അനുഭവപ്പെടുന്നത്. അപ്പൊ ഇവിടെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും എന്നറിയോ? നമ്മൾ ആദ്യം വെള്ളത്തിൽ ഇടുന്നതിന് മുൻപ് ഇതിന്റെ വെയിറ്റ് ഒന്ന് അളക്കൂ. എയറിലുള്ള വെയിറ്റ് ഒന്ന് അളക്കൂ. അന്തരീക്ഷത്തിൽ അങ്ങനെ നിൽക്കുമ്പോഴുള്ള വെയിറ്റ് അളക്കും. എന്നിട്ട് അതിന് ഈ ദ്രവത്തിലേക്ക് മുക്കി കഴിഞ്ഞപ്പോ അതിനൊരു വെയിറ്റ് കുറവ് നമുക്ക് തോന്നുമല്ലോ, ഭാരക്കുറവ് നമുക്ക് തോന്നുമല്ലോ. ഒരു വസ്തു വെള്ളത്തിന്റെ അടിയിൽ അല്ലെ ദ്രവങ്ങളുടെ ഉള്ളിലായിരിക്കുമ്പം അതിനൊരു ഭാരക്കുറവ് ഫീൽ ചെയ്യും. നമ്മൾ ആ ഭാരവും അളക്കും. അപ്പൊ ആദ്യമുള്ള ഭാരത്തിന്ന് ജലത്തിൽ അല്ലെ ഉള്ളപ്പോഴുള്ള അളവ് അളന്നിട്ട് അത് രണ്ടും നമ്മൾ മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഭാരക്കുറവ് കിട്ടില്ലേ? ആ ഭാരക്കുറവ് എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കതൊന്ന് ചെയ്തൊക്കെ നോക്കാനുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടേബിൾ കാണുന്നുണ്ടല്ലോ. ഈ ടേബിൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പരീക്ഷണം ചെയ്യുന്ന ഒരു ടേബിൾ ആണ്. ഞാൻ നിങ്ങൾക്കൊരു വില തരുന്നുണ്ട്. പരീക്ഷണം നമ്മൾ ചെയ്യുന്നില്ല, നമുക്കിത് മനസ്സിലാക്കാം. എങ്ങനെയാണിത് കണ്ടുപിടിക്കുക എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഇവിടെ ഒരു വാല്യൂ, ഏകദേശം ഒരു വാല്യൂ ഇട്ടിട്ട് ചെയ്തിട്ടാണ് നമ്മൾ എത്രയാണ് പ്ലവക്ഷമ ബലം എന്ന് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട എങ്ങനെയാണ് അത് അളക്കുക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് കല്ല് ഞാൻ എടുത്തു. വായുവിലെ ഭാരം അളന്ന്. വായുവിലെ ഭാരം ഞാൻ അളന്നത് എന്ന് പറയുമ്പോൾ ഏകദേശം 5 ന്യൂട്ടനാന്ന് വിചാരിച്ച. ന്യൂട്ടണിലാണ് ഭാരം പറയുന്നത്. ഓക്കെ, 5 ന്യൂട്ടൺ എടുത്ത്. ജലത്തിലെ ഭാരം എന്ന് പറയുന്നത് 3 ന്യൂട്ടണാണ്. ജലത്തിലെ ഭാരം 3 ന്യൂട്ടൺ എന്തായാലും കുറയല്ലേ ചെയ്തിട്ടുണ്ടാവുക. ജലത്തിൽ വെച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അതിന്റെ ഭാരം കുറവായിട്ടാ തോന്നുന്നുണ്ടാവുക. സ്പ്രിംഗ് ത്രാസിലാണേ നോക്കുന്നത്. അതായത് ഇവിടെ വെച്ചിട്ട് ഞാൻ ഇത് കല്ലാണ്, ഇവിടെ വെച്ചിട്ട് ഞാന് സ്പ്രിംഗ് ത്രാസില് ഭാരം അളന്നു. അതിനുശേഷം ഞാൻ ജലത്തിൽ അതേ കല്ലാണ് ജലത്തിൽ വെച്ചിട്ട് ഭാരം അളന്നു. എന്നിട്ട് ഞാൻ അത് ഇവിടെ എഴുതി, W2 എന്ന് എഴുതി. W2 ആണ് ജലത്തിലെ ഭാരം, അത് എഴുതി. അത് ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ജലത്തിലെ ഭാരക്കുറവ് ഞാൻ എങ്ങനെയാ കാണുക? 5 - 3 അതെത്രയാ? 2 ന്യൂട്ടൺ. 2 ന്യൂട്ടൺ ആണ്. 5 - 3 എന്ന് പറഞ്ഞാൽ 2 ന്യൂട്ടൺ ആണ്. അതാണ് എന്ത്? ഭാരക്കുറവ്. ഭാരക്കുറവാണ് എന്തെന്നാ നമ്മൾ പറഞ്ഞത്? ഭാരക്കുറവ് എന്ന് പറയുന്നത് തന്നെയാണ് അതിന്റെ പ്ലവക്ഷമ ബലത്തിന്റെ അളവ്. അപ്പൊ എത്രയായിരിക്കും അതിന്റെ പ്ലവക്ഷമ ബലം? 2 ന്യൂട്ടൺ ആണ്. അതിന്റെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് 2 ന്യൂട്ടൺ ആണ്. അല്ലേ? ക്ലിയർ ആയോ? സിമ്പിൾ അല്ലേ? എയറിലുള്ള വെയിറ്റ് എടുക്കുക, അതായത് ദ്രവങ്ങളിൽ മുക്കി വെക്കുന്നതിന് മുമ്പുള്ള വെയിറ്റ് എടുക്കുക. എന്നിട്ട് ആ വെയിറ്റ് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ദ്രവങ്ങളിൽ ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിന്റെ ഭാരം അളന്നു നോക്കുക. അത് രണ്ടും മൈനസ് ചെയ്താൽ കിട്ടുക എന്താണ്? ജലത്തിലെ ഭാരക്കുറവാണ് നമുക്ക് കിട്ടുക. ഈ ഭാരക്കുറവ് എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലത്തിന് തുല്യമാണ്. അപ്പൊ നമുക്ക് അടുത്തത് നോക്കാം. ഇരുമ്പ് കട്ട 6 ന്യൂട്ടൺ ആണെന്ന് വിചാരിക്കാം. ഞാനത് വെള്ളത്തിലേക്ക് ഇട്ട സമയത്ത് എനിക്ക് കിട്ടിയത് 4.5 ന്യൂട്ടൺ ആണെന്ന് വിചാരിച്ചു. അപ്പൊ എത്രയായിരിക്കും ഭാരക്കുറവ്? 6 - 4.5.
4.5 ന്യൂട്ടൺ അല്ലേ? അപ്പൊ എത്രയാ കിട്ടുക? 1.5 ന്യൂട്ടൺ. അതാണ് എന്ത്? ഭാരക്കുറവ്. അത് തന്നെയാണ് എന്ത് എന്ന് പറയാ? ബോയന്റ് ഫോഴ്സ് എന്ന് പറയാ. ദാറ്റ് ഈസ് അത് തന്നെയാണ് പ്ലവക്ഷമ ബലം. അടുത്തത് ഒന്നുകൂടെ നോക്കാം. അത് നിങ്ങൾ ചെയ്ത് നോക്കേ, സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. വാല്യൂ ഞാൻ പറഞ്ഞുതരാം. 4 ന്യൂട്ടൺ. വെള്ളത്തിലിട്ട സമയത്ത് എനിക്ക് അത് 3 ന്യൂട്ടൺ ആയിട്ടാ തോന്നിയതെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് പ്ലവക്ഷമ ബലം കണ്ടെത്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിന്റെ പ്ലവക്ഷമ ബലം ഒന്ന് കണ്ടുപിടിക്കുക. എത്രയായിരിക്കും? ഒന്നുമില്ല. 4 - 3 എന്ന് പറഞ്ഞാൽ എന്താ? 4 - 3 = 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ആണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സിമ്പിൾ ആണ്. നിങ്ങൾക്ക് അതിന്റെ വായുവിലുള്ള ഭാരം തരും, നിങ്ങൾക്ക് ജലത്തിലുള്ള ഭാരവും തരും. എന്നിട്ട് നിങ്ങളോട് പ്ലവക്ഷമ ബലം കാണാനാണ് പറയാം. ഓക്കെ. ചിലപ്പോൾ നിങ്ങളോട് ജലത്തിലെ ഭാരക്കുറവ് കാണാനായിരിക്കും പറയാം. 2 പറഞ്ഞാലും എന്താണ്? ഇത് രണ്ടും മൈനസ് ചെയ്യുക. അത് രണ്ടും തുല്യമായിരിക്കും. ഇവിടെ എന്താ പറഞ്ഞത് നോക്കാ? ജലത്തിൽ വസ്തുവിനുണ്ടായ ഭാരക്കുറവും പ്ലവക്ഷമ ബലവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് പട്ടികയിൽ നിന്ന് ബോധ്യപ്പെട്ടല്ലോ. ജലത്തിൽ വസ്തുവിനുണ്ടായ ഭാരക്കുറവ്, ഭാരക്കുറവ് എന്ന് പറയുന്നത് പ്ലവക്ഷമ ബലവും തമ്മിലുള്ള ബന്ധം എന്താണ്? തുല്യമാണ്. പ്ലവക്ഷമ ബലവും ഭാരക്കുറവും തുല്യമാണ്. പ്ലവക്ഷമ ബലവും ഭാരക്കുറവും എന്ന് പറയുന്നത് എന്താണ്? തുല്യമാണ് എന്ന് നമുക്ക് പറയാം. അത് നമുക്ക് ഈ പട്ടികയിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ ഇല്ലേ? അതായത് ജലത്തിലെ വസ്തുവിനുണ്ടായ ഭാരക്കുറവും പ്ലവക്ഷമ ബലവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് എന്താണ്? തുല്യമാണ്. പ്ലവക്ഷമ ബലവും ജലത്തിലുള്ള ഭാരക്കുറവും, ജലത്തിൽ വസ്തുവിനുണ്ടായ ഭാരക്കുറവും എന്ന് പറയുന്നത് തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഭാരക്കുറവ് കണ്ടെത്തിയാൽ പ്ലവക്ഷമ ബലം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ. അപ്പൊ നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് നമ്മളെ പ്ലവക്ഷമ ബലം എന്ന ചാപ്റ്റർ ആണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പൊ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത് എന്താണ് പ്ലവക്ഷമ ബലം എന്ന കാര്യം. പ്ലവക്ഷമ ബലം എന്താണ്? ഒരു വസ്തു പൂർണമായോ ഭാഗികമായോ ദ്രവങ്ങളിൽ മുങ്ങിക്കിടക്കുമ്പോൾ ആ വസ്തുവിന്റെ മുകളിൽ ദ്രവം മുകളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? നമുക്കറിയാവുന്ന നിത്യജീവിതത്തിലൊക്കെ കാണുന്ന ചില ഉദാഹരണങ്ങൾ നമ്മൾ പറഞ്ഞു. അത് എന്താ? പ്ലവക്ഷമ ബലത്തിന് ഉദാഹരണങ്ങളാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നോക്കിയിട്ടുള്ളത് എങ്ങനെയാണ് ഈ പ്ലവക്ഷമ ബലം അളക്കുക എന്നുള്ളതാ. പ്ലവക്ഷമ ബലം അളക്കുക എങ്ങനെയാണ്? ഒരു വസ്തുവിന്റെ വായുവിലുള്ള ഭാരം അളക്കുക, അതേ സ്ഥാനത്ത് ആ വസ്തുവിന്റെ ജലത്തിലുള്ള ഭാരം അളക്കുക. എന്തിലാണോ തന്നിട്ടുള്ളത് അതിലുള്ള ഭാരവും അളക്കുക. എന്നിട്ട് ഈ ഭാരത്തിന്റെ വ്യത്യാസം, ഭാരങ്ങളുടെ വ്യത്യാസം എത്ര കുറവാണോ വന്നിട്ടുള്ളത് അതെന്താണ്? അതെന്തിനു തുല്യമാണ്? പ്ലവക്ഷമ ബലത്തിന് തുല്യമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഭാരക്കുറവ് മനസ്സിലാക്കിയിട്ട് അതിലൂടെ നമ്മൾ പ്ലവക്ഷമ ബലം കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടണിലാണ് കൊടുക്കുന്നത്. പിന്നെ പ്ലവക്ഷമ ബലം എന്ന് പറയുന്ന ഒരു ബലം തന്നെയല്ലേ? അപ്പൊ ആ ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. പ്ലവക്ഷമ ബലം കണ്ടെത്തി കഴിഞ്ഞാൽ ന്യൂട്ടൺ എന്നുള്ള യൂണിറ്റ് കൊടുക്കാൻ മറന്നു പോകരുത്. അത്രയും ക്ലിയർ ആയല്ലോ? കംപ്ലീറ്റ് കാര്യം ക്ലിയർ ആണല്ലോ? അപ്പൊ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഓരോരോ എക്സാമ്പിൾ ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പൊ ഇത് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ സാധിക്കും. അപ്പൊ നമ്മളിപ്പോ പ്ലവക്ഷമ ബലമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഈ പ്ലവക്ഷമ ബലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഇത്രയും എടുത്തതെല്ലാം ക്ലിയർ ആയല്ലോ? ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. താങ്ക് യു.